ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ 1.5 സെൻറ്റിൽ വലിയ മനോഹരമായ ഒരു പടുതാക്കുളം നിർമ്മിക്കാം. അപ്പോൾ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ കുളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് കുളത്തിൻ്റെ ബോർഡർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതേപോലെ നമുക്ക് മണ്ണ് നിറച്ച് ചാക്കുകൾ കുളത്തിൻ്റെ 4 സൈഡും അടുക്കാം. നമ്മൾ ചാക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിന് മേലെ ഒന്ന് പാരലായിട്ട് വരാതെ 2 ചാക്കിൻ്റെ നടുക്ക് ഒരു ചാക്ക് വരുന്ന രീതിയിൽ അടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാരലായിട്ട് അടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മറിഞ്ഞ് കുളത്തിലേക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ അടുക്കുമ്പോൾ നമുക്ക് ചാക്ക് ലോക്കായി കിടന്നോളും. നമ്മൾ ചാക്കുകൾ അടുക്കിയതിന് ശേഷം കുളത്തിൻ്റെ നടുവിൽ കിടക്കുന്ന മണ്ണ് കോരി പുറത്തേക്കിടുക. നമ്മൾ കുളത്തിൽ നിന്ന് മണ്ണ് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുളത്തിൻ്റെ 4 സൈഡിൽ നിന്നും ചെറിയൊരു സ്ലോപ്പ് നിർബന്ധമായിട്ടും കൊടുക്കാൻ ശ്രമിക്കുക. സ്ലോപ്പ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുളം പിന്നീട് കുത്തനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത്. സ്ലോപ്പ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മുടെ കുളത്തിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കുഴി എടുക്കുക. ഇങ്ങനെ കുഴി എടുത്തതിന് ശേഷം കുളത്തിൻ്റെ 4 സൈഡിൽ നിന്നും ചെറിയ സ്ലോപ്പ് ആ കുഴിയിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മീനുകളുടെ വിസർജ്യവും ഫുഡ് വേസ്റ്റും എല്ലാം സെൻറ്ററിലുള്ള നമ്മുടെ ഈ കുഴിയിൽ വന്ന് അടിഞ്ഞോളും. പിന്നീട് നമുക്ക് ഒരു മോട്ടർ വെച്ച് ആ വേസ്റ്റ് അടിച്ചു കളയാൻ ഒരു എളുപ്പത്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്.